ഈ വർഷം വളരെയധികം എക്സ്പെക്ട് ചെയ്ത് കാത്തിരുന്ന് കണ്ടൊരു മൂവിയായിരുന്നു കൂലി. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, വിചാരിച്ചതിൻ്റെ 7 അയലത്തെത്തിയിട്ടില്ല. വളരെ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി സിനിമ കണ്ടിട്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ തന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. കൂട്ടത്തിൽ ഒരാൾ ഇത് എന്തായാലും ഹിറ്റ് ആവുമെന്ന് വിചാരിച്ച് 2 ദിവസത്തെ ടിക്കറ്റൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നാളെ ഈ സിനിമ പിന്നെയും പോയി കാണാതിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തു പോയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? സ്ഥിരമുള്ള റിവെഞ്ച് പടത്തിന്റെ ക്ലീഷേ സ്റ്റോറി. ശരിയാണ്, ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് നമ്മൾ സ്റ്റോറി ഒന്നും വലുതായിട്ട് നോക്കുന്നില്ല, അതിന്റെ പ്രസന്റേഷൻ, അതിന്റെ ഹൈ മൊമെന്റ്സ് അങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ മൊമെന്റ്സ് ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഈ വെളുപ്പിന് എണീറ്റ് പോയി ഫാൻ ഷോ ഒക്കെ കണ്ട് ഉറക്കം തൂങ്ങിയിരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ലെന്ന് വിചാരിച്ചു. മര്യാദയ്ക്ക് രാവിലെ ഒരു മണിക്കുള്ള ഷോയ്ക്ക് പോയാണ് സിനിമ കണ്ടത്. എന്നിട്ടും എനിക്കത് കണ്ട് ഉറക്കമാണ് വന്നത്. വളരെ സ്ലോ ആയിട്ട് തുടങ്ങുന്ന സിനിമയിൽ ആദ്യത്തെ 1 മണിക്കൂർ തന്നെ 3 സോങ് നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഇതിലെ മോണിക്ക എന്നുള്ള സോങ്ങിന്റെ പ്ലേസ്മെന്റ് ഒരു ആവശ്യമില്ല, ഒരു കാര്യമില്ലാതെ ആ സിനിമയിൽ ഒരു ബന്ധമില്ലാതെ ആ പാട്ട് അവിടെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സീൻസ് കൊള്ളാമെങ്കിലും ഇന്റർവെൽ എത്തുമ്പോൾ കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്യും. പക്ഷെ ഇതുവരെയുള്ള ലൊക്കേഷന്റെ സിനിമ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടുള്ള ഇന്റർവെൽ ബ്ലോക്ക് ഒന്നുമല്ല. എന്നാലും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ കുറെ അധികം ലാഗ് അടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ട്വിസ്റ്റൊക്കെ ഇട്ട് തന്ന് നമുക്ക് പ്രതീക്ഷ തന്ന് കുറച്ചൊന്ന് ഹൈ ആക്കും, പിന്നെയും പഴയതുപോലെ തന്നെ ആക്കി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും പരിതാപകരമായിട്ടാണ് തോന്നിയത്. ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞ ഉറക്കം വന്നു. അപ്പോൾ ഇത് കണ്ടു തീർക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ അങ്ങ് പോയി. പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ നടക്കുന്നു, കണ്ടങ്ങനെ ഇരുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസ് ഡ്യൂട്ടിക്ക് ഫിറ്റ് അല്ലാത്തവരെയാണോ ഈ അണ്ടർ കവർ ഓപ്പറേഷൻസിനൊക്കെ പറഞ്ഞു വിടുന്നത്? അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അത്. സെക്കൻഡ് ഹാഫിൽ ആവശ്യമില്ലാതെ അച്ഛൻ മകൾ പാസം കുത്തിക്കയറ്റി പഴയ മമ്മൂട്ടിയുടെ കൗരവർ സിനിമയിലുള്ള ഒരു ചെറിയ ത്രെഡൊക്കെ കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഭയങ്കര ലാഗ് അടിപ്പിച്ചു ആ പോർഷനൊക്കെ. നെഗറ്റീവ്സ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിലെ ക്യാമിയോസ് എല്ലാം അത്യാവശ്യം രസമുണ്ടായിരുന്നു. ഉറങ്ങിയിരിക്കും ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഒക്കെ വരുമ്പോൾ, നല്ല ക്യാമിയോ വരുമ്പോൾ ഒന്ന് ഉണരുന്നുണ്ടായിരുന്നു. അതേപോലെ അനിരുദ്ധിൻ്റെ BGM-ഉം സോങ്സും അതെല്ലാം കൊള്ളാം, അത് കിടിലമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ അവസാനത്തെ 10 മിനിറ്റ് അതൊരു രക്ഷയില്ല, അത് കിടിലം തന്നെയായിരുന്നു, പൊളി സാധനമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ലിയോ ഇറങ്ങിയപ്പോൾ ലൊക്കേഷൻ എല്ലാവരും ഫ്ലാഷ് ബാക്കിന്റെ കാര്യത്തിൽ കുറെ കുറ്റപ്പെടുത്തിയുണ്ട്. ഇപ്രാവശ്യം ഫ്ലാഷ് ബാക്ക് അടിപൊളിയാക്കിയിട്ട് ബാക്കിയെല്ലാം കുളമാക്കി. ഓവറോൾ പറഞ്ഞ കുറെ അൺവാണ്ടഡ് സീൻസും കുറച്ച് ലോജിക് ഇല്ലായ്മയൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് റിവെഞ്ച് ത്രില്ലർ ആയിരുന്നേനെ. പക്ഷെ എനിക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.